ആയിട്ട് വരുന്നത്. നമുക്കൊന്ന് കാല് കൊടുത്ത് നോക്കാം. ശരിയാവുകയാണ്. നമ്മുടെ ടൈമിനൊന്ന് മേലെ ഇങ്ങോട്ട് തന്നെ കാല് കൊടുത്തു കഴിഞ്ഞാൽ ഓൾ ന്യൂ നെക്സോണാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് ടർബോ DCT വേരിയൻ്റ് ആണ്, ഫുൾ ഓപ്ഷൻ ആണ്, ഡുവൽ ടോൺ ആണ്. ഇതിൻ്റെ എലോയ്സും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് എലോയ് അല്ലാന്ന്, പിന്നെ നോക്കുമ്പോൾ ഇത് എലോയ് ആണ്. കാരണം ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഞാൻ ഈ റിവ്യൂവിൽ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നും അധികം പറയുന്നില്ല, കാരണം ഡിസൈൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി വീഡിയോസും യൂട്യൂബിൽ കിടപ്പുണ്ട്. സോ ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഈസ് ദിസ് കാർ ഫൺ ടു ഡ്രൈവ് കാർ. ഇതൊരു ടർബോ DCT ആണ്. സോ ടർബോ DCT എന്ന് പറഞ്ഞാൽ ഏതൊരു എന്തൂസിയാസ്റ്റും വിചാരിക്കുന്നത് യെസ് ഇറ്റ് ഷുഡ് ബി ഫാസ്റ്റ് ഫൺ. പിന്നെ ഇതിന് ടാറ്റ പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഹൗസ് ടു ഡ്രൈവ് എന്നാണ് ഞാൻ എൻ്റെ റിവ്യൂവിൽ ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഈ മീറ്ററും കാര്യങ്ങളെല്ലാം നല്ല ഫണ്ണാണ് കാണാൻ. പിന്നെ മൊത്തത്തിലൊരു പ്രാക്ടിക്കാലിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഇതൊന്നും മനസ്സിലാക്കി വരാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. കാരണം ഫ്യൂവൽ ഗേജൊക്കെ ഇങ്ങനെ പല പല ഗ്രാഫിക്സിൽ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ടിപ്പിക്കലി കണ്ടുവന്ന രീതിയിലുള്ള മീറ്റർ കൺസോൾ അല്ല. പിന്നെ സ്പേസും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡ്രൈവിംഗ് പൊസിഷനാണ്. യു ആർ സീറ്റഡ് വെരി ഹൈ. ബോണറ്റിൻ്റെ ആ ഷോൾഡർ ലൈൻസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ സെക്കൻഡ്ലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ JBL സ്പീക്കേഴ്സാണ്. കാരണം ഇറ്റ് സൗണ്ട്സ് വെരി ഗുഡ്. ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഇത്ര നല്ല സൗണ്ട് സിസ്റ്റം ടാറ്റ കൊടുത്തതിന് ടാറ്റയ്ക്ക് ഒരു കുഡോസ് തന്നെ കൊടുക്കണം. കാരണം ഇറ്റ്സ് റിയലി ഗുഡ്. സോ നമ്മളിപ്പോൾ ഓടിക്കുന്ന ടർബോ പെട്രോൾ നെക്സോൺ DCT ആണ്. പഴയ നെക്സോണിന്റെ ഓട്ടോമാറ്റിക്കൽ വന്നിരുന്നത് ഒരു AMT ഗിയർ ബോക്സ് ആയിരുന്നു, വിച്ച് വാസ് വെരി സ്ലോ ടു ബി ഓണസ്റ്റ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഗിയർ ബോക്സ് വന്നപ്പോൾ എഞ്ചിൻ ഫീൽസ് ഒന്നുകൂടി ഒരു റെസ്പോൺസീവ് ആയിട്ട് തോന്നി. കാരണം നമുക്ക് 7 റേഷ്യോസ് ഉണ്ടല്ലോ. മറ്റേ 6 സ്പീഡ് വരുന്ന കുറച്ച് ടോൾ ഗിയർഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഷോർട്ട് ഗിയർഡ് ആയിട്ട് ഒരു നല്ല വെൽ സ്റ്റാക്ഡ് ഗിയർ ബോക്സ് ആണ് ഇതിന്റെ. സോ ഓവറോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പതുക്കെയൊക്കെ പോകുമ്പോൾ ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊന്നും നോട്ടീസബിൾ അല്ല. വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു എഞ്ചിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഈ നെക്സോൺ ഡ്രൈവിംഗ് പൊസിഷനാണ്. ഇറ്റ് ഫീൽസ് വെരി ഗുഡ്. നമ്മളൊരു പ്രോപ്പർ ഒരു SUV ഇരിക്കുന്ന ഫീൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബോണറ്റിന്റെ ഈ ഷോൾഡേഴ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് സിറ്റി മോഡിൽ ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ വലിയ റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് യെസ്, ആ ഒരു ഡൗൺ ഷിഫ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം. ആ ഒരു ജഡർ നമുക്ക് ഫീൽ ചെയ്തു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ബട്ട് ഇതൊരു ഫസ്റ്റ് സർവീസ് പോലും കഴിയാത്തൊരു വണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ അധികം പുഷ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഒന്നുകൂടി സ്മൂത്ത് ആവുമായിരിക്കും. നമുക്കിനി സ്പോർട്ട് മോഡിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. എനിക്ക് വേറെ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നേരെ സ്പോർട്ട് മോഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് എക്കോ മോഡിലേക്ക് പോകും. എന്തിനാണ് ടാറ്റ ഇങ്ങനെ ചെയ്യുന്നത്? നേരെ സ്പോർട്ട് മോഡിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്പോർട്ട് മോഡിൽ വീണാൽ പോരെ. ഇപ്പോഴാണ് സ്പോർട്ട് മോഡിലേക്ക് വരുന്നത്. ഇതിപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരാൾ വെട്ടിച്ചു പോയി. നമ്മളിപ്പോൾ അയാളായിട്ട് മത്സരിക്കണമെങ്കിൽ നമ്മൾ നേരെ ഷിഫ്റ്റ് ചെയ്യുന്നത് എക്കോ മോഡിലേക്ക് ആയി പോകും. സോ നമ്മൾ അവിടെ 2-3 സെക്കൻഡ് ഡിലേ ആവുകയാണ്. നമ്മുടെ ടൈമിനൊന്നും മേലില്ലാത്ത പോലെയാണ് ടാറ്റയുടെ ഒരു സമീപനം. ബട്ട് ഇപ്പോൾ സ്പോർട്ട് മോഡ് ആയപ്പോൾ പാർത്തോട് റെസ്പോൺസസ് തന്നെ വെരി ഗുഡ്. 120 PS പവർ നമുക്ക് നിങ്ങൾ എത്രത്തോളം ഇതിൽ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. ബട്ട് പേഴ്സണലി എനിക്ക് നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട്. പവറിലുപരി ഇതിൻ്റെ ടോർക്കാണ് ഫീൽ ചെയ്യുന്നത്. കാരണം 170 Nm ഓഫ് ടോർക്ക് റഫിലി അറൗണ്ട് 2000 RPM മുതൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സിറ്റി ഡ്രൈവ് നമുക്ക് അനുഭവിക്കാൻ വരുന്നുണ്ട്. ഞാനിത് ഹൈവേസിൽ അധികം ഓടിക്കാൻ പറ്റിയിട്ടില്ല. ഹൈവേസിൽ ചെയ്യുന്ന ഒരു റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ സിറ്റീസിലാണ് ഓടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സിറ്റീസിൽ മൈലേജ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ എക്സ്പെക്ട് എനിവർ ബിറ്റ്വീൻ 10 to 15 ഡിപ്പെൻഡിങ് ഓൺ ഹൗ യു ഡ്രൈവ്. ഇപ്പോൾ നമ്മൾ അഗ്രസീവായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഡബിൾ ഡിജിറ്റ് ഫിഗേഴ്സ് കിട്ടുന്നതിൻ്റെ അത്ഭുതമായിട്ട് നോക്കിയാൽ മതി. കാരണം ടർബോ പെട്രോൾസ് ആർ വെരി സെൻസിറ്റീവ് ടു ഡ്രൈവിംഗ്. അതുകൊണ്ട് തന്നെ ഒരു 10 to 15 ഉള്ളിൽ പ്രതീക്ഷിക്കാം. നമുക്കൊരു പാഡൽസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ M2 ആയി. M2 ആകുമ്പോൾ നമുക്ക് എഞ്ചിൻ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി റെഡ് ലൈൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പാഡൽസ് യൂസ് ചെയ്യാതെ തന്നെ അത് M2 to M3 പോയി. പക്ഷെ അത് എല്ലാ ഗിയർ ബോക്സിലും അങ്ങനെയാണ്. എനിക്ക് ഈ സ്പോർട്ട് മോഡിലും മറ്റിപ്പോൾ ടായ്ഗുൻ്റെ ആയാലും കുഷാക്കിൻ്റെ ആയാലും 1 ലിറ്റർ TSI ആ ഒരു മിഡ് റേഞ്ചിലുള്ള ഒരു പഞ്ച് ഇതിന് അധികം ഫീൽ ചെയ്യുന്നില്ല. ഇത് ഒരു മോറോലെസ് ഒരു ലീനിയർ കാറാണ്. വളരെ ലീനിയർ ആയിട്ടാണ് ഇത് വലിക്കുന്നത്. പക്ഷേ നല്ല റെസ്പോൺസീവ് ആണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഡസ് ദ ഡ്യൂട്ടി. നമ്മൾ ഒരിക്കലും ഒരു അണ്ടർപവേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അണ്ടർപവേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, എന്നാൽ ഒരു എക്സൈറ്റിംഗ് കാറായിട്ടും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 80-90% ആളുകളും ആദ്യം ഫുൾ ത്രോട്ടിൽ ഇങ്ങനെ ഓടിച്ച് 160-170 എത്തിച്ച ആൾക്കാരെല്ലാം വെട്ടിച്ച് ഓടിക്കുന്ന രീതിയിലല്ല ഓടിക്കുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ആൾക്കാർക്ക് പതിയെ പോകാനും ഒരു റിലാക്സ്ഡ് ആയിട്ട്, ഇപ്പോൾ ടാറ്റയുടെ ഭാഷയിൽ പറഞ്ഞാൽ സേഫ് ആയിട്ട് A to point A to point B എത്താനൊക്കെ ആണെങ്കിൽ നെക്സോൺ പെട്രോൾ DCT ഈസ് വെരി ഗുഡ്. ആൻഡ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഒരു നല്ലൊരു പ്രീമിയം കാറിൻ്റെ ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ ഇതിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡ് ഇത് ഓണായി. സോ ഇതിൻ്റെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ കാസിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് സമയത്ത് തന്നെ ഒരു ബസ് നിർത്തിയിട്ടുണ്ടല്ലോ. ഈ ഒരു ഗിയർ നോബായിട്ട് യൂസ്ഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും. കാരണം നമ്മൾ
ടിപ്പിക്കലി കണ്ടുവരുന്ന ഒരു ഗിയർ നോബ് അല്ല. പക്ഷെ നമ്മൾ BMW എങ്ങനെയാണ് വരുന്നത്, നമുക്കൊന്ന് കാല് കൊടുത്ത് നോക്കാം. അതിന് ഇനീഷ്യൽ റെസ്പോൺസ് നല്ല റെസ്പോൺസാണ്, പക്ഷേ ടേക്സ് ടൈം ടു പുൾ. പിന്നെ അതുപോലെ തന്നെ ഒരു 3 സിലിണ്ടറിന്റെ ആ ഒരു വൈന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു എബവ് 4000 RPM എഞ്ചിൻ ഇസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. ഒരു മിഡ് റേഞ്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ടോപ്പിലേക്ക് എടുത്തിട്ട് കാര്യമില്ല. കാരണം അങ്ങനെയാണ് നമ്മളൊരു TSI ഫോക്സ്വാഗനിൽ സ്കോഡഡ് ആ ഒരു അഗ്രസീവ് നേച്ചർ അല്ല എഞ്ചിന്. എനിക്ക് തോന്നുന്നത് ഈ ടർബോ ചാർജ് പെട്രോൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ അല്ല തോന്നുന്നു, കാരണം DI ടെക്നോളജി അല്ല ഇതിന് വരുന്നത്. പക്ഷേ മറ്റേ ഫോക്സ്വാഗനിൽ നമ്മൾ മുന്നിൽ തന്നെ ഒരു കുഷാക്ക് പോകുന്നുണ്ട്, അത് 1 ലിറ്റർ ആണ് തോന്നുന്നു. 1 ലിറ്ററിന്റെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടെക്നോളജി കാരണമായിരിക്കും ഒന്നൊരു റെസ്പോൺസീവ് ആണ്. പിന്നെ അതിൽ വരുന്ന 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്, ഇത് വരുന്നത് 7 സ്പീഡ് DCT ആണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ സിറ്റീസിൽ ഓടിക്കാൻ എപ്പോഴും ബെറ്റർ ടോർക്ക് കൺവേർട്ടർ ആണ്. കാരണം ആ ടോർക്ക് കൺവേർട്ടർ ആസ് ദ നെയിം സജസ്റ്റ്, ആ ടോർക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇനീഷ്യലുള്ള പുള്ള് വെരി സ്ട്രോങ് ആണ് ഏതിൽ ടോർക്ക് കൺവേർട്ടർ. പക്ഷേ DCTയിൽ വൺസ് യു ഗെറ്റ് മൂവിങ് ദ ഗിയർ ഷിഫ്റ്റ്സ് ആർ വെരി ക്വിക്ക് ആൻഡ് ഗുഡ്. പക്ഷേ ഇനീഷ്യൽ എടുത്ത് പോകുമ്പോഴെല്ലാം നമുക്ക് ടോർക്ക് കൺവേർട്ടർ ആണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനത്തെ പോകുന്നതിലൊക്കെ ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊന്നും നോട്ടീസബിൾ അല്ല, വളരെ സ്മൂത്താണ്. തിങ് ഇസ് ദാറ്റ് ഈ വണ്ടി ഫുൾ ത്രോട്ടിലൊന്നും പോവാതെ ഒരു സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് ഓടിക്കാനാണെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഗുഡ്, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ആൾക്കാരൊക്കെ മത്സരിച്ചിട്ട് ഓടിക്കാനാണെങ്കിൽ ദിസ് ഇസ് നോട്ട് ദാറ്റ് ഗുഡ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ആരും അങ്ങനെ ഓടിക്കുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഇതിന് എടുത്ത് പറയേണ്ട വേറെ കാര്യം ഞാൻ വിട്ടുപോയി, ഇതിൻ്റെ ഇതിൻ്റെ റെസ്പോൺസ് ആണ്. കാരണം സ്റ്റിയറിംഗ് നമുക്ക് മെല്ലെ പോകുമ്പോൾ നല്ലൊരു ലൈറ്റ് ഫീലും വരുന്നുണ്ട്. ഹൈ സ്പീഡ്സിൽ പോകുമ്പോൾ സ്റ്റിയറിംഗ് വെയിറ്റ് ആയി വരുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കോർണേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ സസ്പെൻഷൻ ആൻഡ് ചാസി ഈസ് വെരി വെൽ ട്യൂൺഡ്. സസ്പെൻഷൻ ഇസ് വെരി വെൽ ട്യൂൺ ഇൻ ദ സെൻസ്, ഞാൻ ഇതേ ഒരു കോൺഫിഡൻസ് ഇതിന് മുന്നേ അനുഭവിച്ച എക്കോസ്പോർട്ടിലായിരുന്നു. എക്കോസ്പോർട്ട് ഇതേ ഒരു കൈൻഡ് ഓഫ് കമ്പോഷറും ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വെന്യൂലും സോണറ്റിലൊക്കെ ഞാൻ റിയലി മിസ് ചെയ്തൊരു സംഭവമാണ് ഈ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും പിന്നെ കോർണറിംഗ് എബിലിറ്റി. പക്ഷെ ആ ഒരു സംഭവം നെക്സോണിൽ കിട്ടുന്നുണ്ട്. തിങ് ഇസ് ദാറ്റ് ഈ ഒരു വണ്ടിയിൽ ഒരു കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു സൂപ്പറായൊരു എഞ്ചിൻ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ചാസിക്കും സസ്പെൻഷനും ഒരു പ്രോപ്പറായിട്ട് വേർത്തി ആയിട്ടുള്ള ഒരു കണ്ടന്ററായിട്ട് ഇതിന് എഞ്ചിന് മാറായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു സ്പോയിൽ സ്പോട്ട് ആയിട്ട് കളിക്കുന്ന എനിക്ക് തോന്നുന്നത് എഞ്ചിൻ്റെ ആ ഒരു 3 സിലിണ്ടർനെസ് നമുക്ക് ഫീൽ ചെയ്യാം, പിന്നെ അത്ര റെസ്പോൺസീവ് അല്ല എന്നുള്ളതാണ്. സോ ദിസ് ഇസ് മൈ റിവ്യൂ ഓൺ ടാറ്റ നെക്സോൺ ടർബോ DCT. ഇതുപോലെ കൂടുതൽ റിവ്യൂസും കാര്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും കാണാം. സോ സ്റ്റേ ട്യൂൺ, ബൈ.